ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. ഒരു നല്ലൊരു കോമ്പോണൻറ്റിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഇതെന്താണെന്ന് അറിയാമോ? ഇതൊരു LED RGB LED. മൂന്ന് കളറിൽ കത്തുന്ന ഒരു RGB LED. ഞാനിത് ജസ്റ്റ് കണ്ടപ്പോൾ ഇത് വെച്ചൊരു വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു കാരണം വീഡിയോ എടുക്കാൻ ഒന്ന് കുറച്ച് ടൈം എടുക്കും. അപ്പം ഒരു ഇൻഫർമേഷനായിട്ട് ഇത് നിങ്ങൾക്ക് തരാം. ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കും. ഇത് ലോക്കൽ മാർക്കറ്റിൽ എനിക്കിത് കിട്ടിയിട്ടില്ല. ഇത് ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. റെഡ്, ബ്ലൂ, ഗ്രീൻ ഈ മൂന്ന് കളറിലും വർക്ക് ചെയ്യുന്ന ഒരു RGB. കാരണം ഇതിൻ്റെ ലെൻസിൻ്റെ ഇത് കണ്ടോ, ആംഗിൾ കണ്ടായിരുന്നോ? അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണ് ഇത്. നല്ല 3 വാട്ടാണ് ഇതിൻ്റെ പവർ. 3 വാട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഒരു ഹീറ്റ് സിങ്ക് അതൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഹീറ്റ് സിങ്കിൻ്റെ ഒരു പ്രൊവിഷനൊക്കെ പ്രൊവൈഡ് ചെയ്യും. എല്ലാത്തിലും 1 വാട്ടിന് മുകളിലുള്ള എല്ലാ LEDക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പലരും വീഡിയോ എടുക്കുമ്പോൾ അത് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഈ LED കത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹീറ്റ് സിങ്ക് വേണം. ഇത്രയും വലുതൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു ഷീറ്റെങ്കിലും വേണം. ഒരു ഷീറ്റെങ്കിൽ ഇവിടെ കണ്ടോ, 2 ടെർമിനലോ 4 ലെയറുള്ള ഇതിൽ ഒരു ലെയർ കണ്ട, 1 2 3. അതിനകത്ത് ഈ ഒരു ലെയറെങ്കിലും ഹീറ്റ് സിങ്ക് ഇതിന് കൊടുക്കണം. നന്നായിട്ട് ചൂടാവുന്ന ഒരു സാധനം. ഇത് 3 വാട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടാവും കേട്ടോ. കാരണം നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാവും, പെട്ടെന്ന് അടിച്ചും പോവും. അങ്ങനത്തെ ഒരു സാധനമാണിത്. അതുകൊണ്ട് തന്നെ നല്ല ഹീറ്റ് സിങ്കിൽ നന്നായിട്ട് ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഉണ്ടല്ലോ, ഹീറ്റ് സിങ്ക് പേസ്റ്റ് അല്ലെങ്കിൽ ഹീറ്റ് സിങ്ക് കോമ്പോണൻറ്റ് ഇവിടെ കണക്ട് ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് അത് എന്നിട്ട് വേണം ഇതിനെ കണക്ട് ചെയ്യാൻ. സാധാരണ ഇത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ PCBയിൽ വെച്ചിട്ട് ആ PCBയെ ഹീറ്റ് സിങ്കിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നോർമലി ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അങ്ങനത്തെ പ്രൊവിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കോമൺ PCBയിൽ വെക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇപ്പോഴല്ല, ഞാൻ വീഡിയോ ഇടുമ്പം കോമൺ PCBയിൽ ആയിരിക്കും ഞാനിത് ഫിക്സ് ചെയ്യണത്. കാരണം കോമൺ PCBയിൽ ഒരു മെറ്റൽ ഒരു അലുമിനിയം ഷീറ്റ് വെച്ച് ഞാൻ പറഞ്ഞുതരാം അലുമിനിയം ഷീറ്റ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. എന്നിട്ടാണ് നമ്മളിത് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യണം. എന്നാൽ എങ്കിൽ മാത്രമേ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിച്ചു പോകും. അപ്പം അത് ഭയങ്കര അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ ഞാനിത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് പ്ലസ് മൈനസ് ഏതെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. ഈ എഡ്ജിൽ ഇത് ഒരു LED, ഈ LED ഒരു ടെർമിനൽ ഇത്, അടുത്ത ടെർമിനൽ ഇത്, അടുത്ത LED ഒരു ടെർമിനൽ ഇത്, അടുത്ത ടെർമിനൽ ഇത്, അടുത്ത LED ഈ ഒരു ടെർമിനൽ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇത് 3 LED കണക്ട് ചെയ്ത് വെച്ചേക്കണം. അത് ഇതിനകത്ത് കോമൺ കാഥോഡെന്നോ കോമൺ ആനോഡെന്നോ അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. കോമൺ കാഥോഡൊന്നും അല്ല. 3 കോമൺ കാഥോഡോ കോമൺ ആനോഡോ ഉള്ളതല്ല. 3 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള LEDയുടെ ആ സെമി കണ്ടക്ടറിനെ ഇവിടെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് 3 സെമി കണ്ടക്ടർ നിങ്ങൾക്ക് വീഡിയോ കാണാമല്ലോ അല്ലേ. 3 ഡിഫറെൻറ്റ് സെമി കണ്ടക്ടർ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അത്രേ ഉള്ളൂ. കാരണം അതിനകത്ത് ഇത് പ്ലസ് ഏത് മൈനസ് ഏതെന്ന് അറിയാൻ നിങ്ങൾക്ക് ഈ ടെർമിനൽ കണ്ട പ്ലസ്, ഈ നടുക്കത്തെ ടെർമിനൽ കണ്ട പ്ലസ് എന്ന് ഇട്ടേക്കണത്, അതാണ് പ്ലസ്. ഈ നടുക്കത്തെ ടെർമിനൽ ഒരു പ്ലസ് എന്ന് എഴുതിയിരിക്കണം കണ്ട, പ്ലസ് H ചെയ്തിട്ടേക്കുക. അപ്പോൾ അതാണ് ഈ ടെർമിനൽ. അപ്പം ഇതാണ് പ്ലസ്, ഇതാണ് മൈനസ്. ഞാൻ ഇത് കാണിച്ചു തരാം. ഞാനിതിനെ ഒരു 3.7 വോൾട്ടേജിൻ്റെ ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാമേ. ഇതിന് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ഒന്നും കൊടുക്കില്ല. ഞാൻ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ ഇത് ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ, കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്ന് കൊടുത്തു. പക്ഷേ നിങ്ങൾ ലോങ് ലാസ്റ്റിംഗ് പീരീഡിലാണ് കൊടുക്കണമെന്നെങ്കിൽ ഇതിന് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ കണക്ട് ചെയ്യണം. ഇത് കത്തി തുടങ്ങുന്നത് 2.8 വോൾട്ടേജ് മുതൽ 3.9 വോൾട്ടേജ് വരെ ഇത് സുഖമായിട്ട് വർക്ക് ചെയ്യും. അതിൽ 3.9 എന്നൊക്കെ പറഞ്ഞാൽ പീക്കോ ഇതാണ്. കറണ്ട് ലിമിറ്റിംഗ് ഇല്ലാതെ 3.9 കണക്ട് ചെയ്യരുത്, ഇത് അടിച്ചു പോകും. അതുകൊണ്ട് പക്ഷേ നമ്മൾ സാധാരണ LED ബൾബൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ട്യൂബും ചില LED ട്യൂബ് 4-5 വർഷം വരെ കിടക്കും. പക്ഷേ ചിലതാണെങ്കിൽ ഒരു 1-1.5 വർഷം വരെ കിടക്കുള്ളൂ. രണ്ടിനും ബ്രൈറ്റ്നസ് സെയിം ആണ്. അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മറ്റേ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ട്യൂബിൻ്റെ LED ബൾബിൻ്റെയൊക്കെ വില ഒരല്പം കൂടുതലായിരിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ അവർ ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പം 3.6 ആണ് പീക്ക് വോൾട്ടേജ് ആണെങ്കിൽ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 3.3 മുതൽ ഇതിന് നല്ല ബ്രൈറ്റ്നസ് ആവും. 3.3 ബ്രൈറ്റ്നസ്, നല്ല ബ്രൈറ്റ്നസ് വരും. 3.4 ആകുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കൂടും. 3.5 ആകുമ്പോൾ കുറച്ചുകൂടെ. 3.6 പീക്ക് ബ്രൈറ്റ്നസ്. 3.7 ആയി കഴിഞ്ഞാൽ പിന്നെ ബ്രൈറ്റ്നസ് ആവും. 3.6 ബ്രൈറ്റ്നസ്സിനായിരിക്കും 3.7. പക്ഷേ അപ്പം എന്ത് വെച്ചാൽ കറണ്ട് കൂടുതൽ വന്നിട്ട് LED അങ്ങ് പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഇവരെന്ത് ചെയ്യുക, 3.5 വോൾട്ടിൽ ഇതിനെങ്ങ് ഫിക്സ് ചെയ്യും. അപ്പം അതായത് LEDയുടെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ 3.5 വോൾട്ട്. അപ്പോൾ എന്താ ബ്രൈറ്റ്നസ് ഉണ്ട്, പക്ഷേ എൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് അല്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, LEDയുടെ എണ്ണവും കൂട്ടും. അപ്പോൾ എന്തെങ്കിലും ഇൻപുട്ട് കറണ്ട് ഒരല്പം കൂടുതലാണെങ്കിലും LED ലാസ്റ്റ് ചെയ്യും നന്നായിട്ട്. നമുക്ക് LED കറണ്ട് നമുക്കറിയാം, മില്ലി ആംബിയർ ആംബിയർ 1 ആംബിയർ or 2 ആംബിയർ വരെയൊക്കെയാണ് ഇത് ഈ സാധനങ്ങൾ എടുക്കുന്നത്. ഇത് 600-900 മില്ലി ആംബിയർ ആണ് ഈ സാധനം എടുക്കുന്നത്.
അപ്പം അങ്ങനെയാണ്. അതായത് LED വോൾട്ടേജ് ഒരു അല്പം കുറച്ചിട്ട് LED എണ്ണം കൂട്ടും. അപ്പം പവർ ഔട്ട്പുട്ട് പവർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഈ LED വോൾട്ടേജ് കുറഞ്ഞ് വർക്ക് ചെയ്യുന്ന LED ലാസ്റ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. കാരണം പണ്ടത്തെ സ്റ്റെബിലൈസർ ഉണ്ട്, പണ്ടത്തെ റെഡ് LEDയും വൈറ്റ് LEDയും ഡിഫ്യൂസ്ഡ് LEDs അത് ഭയങ്കരമായിട്ടല്ലേ ലാസ്റ്റ് ചെയ്യണം, 10-30 വർഷം. പക്ഷേ ഇപ്പോഴത്തെ ഗ്ലാസ് ടൈപ്പ് LED എത്ര നാൾ നിൽക്കും? അപ്പം മനസ്സിലായി. അപ്പം ഇതൊന്ന് ഞാൻ കത്തിച്ച് കാണിച്ചു തരാമേ. ഇതിൻ്റെ ബ്രൈറ്റ്നസ് ശ്രദ്ധിച്ചോ, പീക്ക് ബ്രൈറ്റ്നസ്സാണ്, ഒരു രക്ഷയില്ലാത്ത ബ്രൈറ്റ്നസ്സാണ്. അപ്പം ഇത് മൈനസ്. ഞാനത് ഹീറ്റ് സിങ്കിൻ്റെ പുറത്ത് വെക്കണതിന് കാരണം എന്ന് വെച്ചാൽ ഇത് അടിച്ചു പോകാൻ സാധ്യത ഉണ്ട്. കാരണം 3.7 കൂടെ അല്ലേ, ഞാൻ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഹീറ്റ് സിങ്ക് യൂസ് ചെയ്തതേ ഉള്ളൂ. നല്ല ബ്രൈറ്റ്നസ്സാണ്. കാരണം എൻ്റെ സ്റ്റുഡിയോയിൽ ബ്രൈറ്റ്നസ് അറിയില്ല, അത് നല്ല ബ്രൈറ്റ്നസ്സാണ്. സ്റ്റുഡിയോയിൽ 4 ലൈറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം അതിനെ ഓവർകം ചെയ്തിട്ടാണ് ഈവൻ ബ്രൈറ്റ്നസ് എടുക്കുന്നത്. ശ്രദ്ധിച്ചോണം. ഇതാണ് റെഡ് LED, ഭയങ്കര ബ്രൈറ്റാണ് കേട്ടോ. എനിക്കതിനകത്ത് നോക്കാൻ പറ്റില്ല. ഈ സ്റ്റുഡിയോയുടെ ലൈറ്റ് ഭയങ്കരമായതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും ബ്രൈറ്റ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ഗ്രീൻ, നല്ല ബ്രൈറ്റ്നസ്സാണ്. ഗ്രീനാണ് ഇതിനകത്ത് ഉള്ളതിൽ ഏറ്റവും നല്ല ബ്രൈറ്റ്നസ്. അത് കഴിഞ്ഞാൽ റെഡ്, അത് കഴിഞ്ഞാൽ ബ്ലൂവിന് ഒത്തിരി ബ്രൈറ്റ്നസ് കുറവാണ് കമ്പയറിങ് വിത്ത് ഗ്രീൻ. ഈ സ്റ്റുഡിയോയിലെ ലൈറ്റും കൂടെ ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് എത്രയാണെന്ന് മനസ്സിലാവും. ഇതിപ്പോൾ ഡേ ലൈറ്റിലാണ് കത്തിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്തിരി ഇരുണ്ടിരിക്കണം വീഡിയോ. ഞാൻ ഡേ ലൈറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ജനൽ വഴി വരുന്ന വെളിച്ചമാണ്. ഇത് ഇത്തിരി നല്ല വെളിച്ചമാണ്, നമുക്ക് കാണാനൊക്കെ പറ്റും. എൻ്റെ കൈയൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഈ ലൈറ്റ് കത്തിക്കുകയാണ്, കാണാമല്ലോ. ഈ LED ഞാൻ കത്തിക്കുകയാണേ. നോക്കിക്കോണം എൻ്റെ ബ്രൈറ്റ് എത്രയാണെന്ന്. ഇതാണ് റെഡ് ലൈറ്റ്. ദെൻ ഇതാണ് ഗ്രീൻ ലൈറ്റ്, ഇതാണ് ബ്ലൂ ലൈറ്റ്. അപ്പം ഇപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് മനസ്സിലായില്ല. ഇതിപ്പോൾ ഞാൻ ഇത്തിരി സൂം ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇത്തിരി ഡിസ്റ്റൻസ് നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ എന്തുമാത്രം ഡിസ്റ്റൻസ് ആണെന്ന് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഏത് നമ്മുടെ എത്രമാത്രം ഡിസ്റ്റൻസിലാണ് ഇതുള്ളതെന്ന് ഈ വയർ സ്ട്രിപ്പർ യൂസ് ചെയ്യാം. ഞാനൊന്നും കൂടെ കത്തിച്ച് കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ, നല്ല വെളിച്ചമാണ്. ഏലിയൻസ് വേഴ്സസ് പ്രെഡേറ്റർ പോലെ ഉണ്ടല്ലേ. റെഡ് കളറാണ് ഉണ്ടല്ലോ, ഗ്രീൻ കളർ, ബ്ലൂ കളർ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.